بسم الله الرحمن الرحيم. والعالم أي ما سوى الله تعالى من الموجودات مما يعلم به الصانع، يقال عالم الأجسام وعالم الأعراض وعالم النبات وعالم الحيوان إلى غير ذلك. فتخرج صفات الله تعالى لأنها ليست غير الذات كما أنها ليست عينها بجميع أجزائه من السماوات وما فيها والأرض وما عليها محدث، أي مخرج من العدم إلى الوجود، بمعنى أنه كان معدوما فوجد، خلافا للفلاسفة حيث ذهبوا إلى قدم السماوات بمبادئها وصورها وأشكالها وقدم العناصر بمبادئها وصورها لكن بالنوع، بمعنى أنها لم تخلق قط عن صورة. والعالم عالم أي ما سوى الله تعالى അള്ളാഹു അല്ലാത്തത് എല്ലാം മാ സിവ അല്ലാഹി തആല മിനൽ മൗജൂദാത്തി മൗജൂദാത്തിനാൽ. അപ്പോൾ മായുടെ ബയാനാണ് മിനൽ മൗജൂദാത്തി. രണ്ടാമത്തെ ബയാനാണ് മിമ്മാ യുഅലമു ബിഹി സാനിയു, സാനി ഏതൊന്നുകൊണ്ട് അറിയപ്പെടുമോ ആ ഒന്ന് എല്ലാം. രണ്ടാമത്തെ ബയാനും ആക്കാം, ഇനി മൗജൂദാത്തിൻ്റെ ബയാനും ആക്കാം എന്നാണ് പറഞ്ഞത്. യുഖാലു ആലമുൽ അജ്സാം, ജിസ്മുകളുടെ ലോകം, ആലമുൽ അറാദ് ഗുണങ്ങളുടെ ലോകം, ആലമുൻ നബാത്താത്ത് സസ്യലോകം, ആലമുൽ ഹയവാനാത്ത് ജന്തുലോകം. ഇങ്ങനെ പല പല അവാലിമുകളും ഉണ്ട് എന്നാണ്. ഇലാ ഗൈരി ദാലിക അതല്ലാത്തതും. അതല്ലാത്തത് ഇതുപോലെ ആലമുൽ അഫ്ലാക്ക്, ആലമുൽ അഫ്ലാക്ക് ഗോളങ്ങളുടെ ലോകം, ആലമുൽ അനാസിർ ധാതുക്കളുടെ ലോകം, ആലമുൽ മലായിക്ക ആലമുൽ ജിന്നി പോലത്തതെല്ലാം അതാ ഇലാ ഗൈരി ദാലിക്കാൻ. ഫതഖ്റുജു അപ്പോൾ പുറത്തു പോകും സിഫാത്തുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പുറത്തു പോകുന്നതാണ്. ഫതഖ്റുജു സിഫാത്തുല്ലാഹ് ലിഅന്നഹാ ലൈസത്ത് ഗൈറ ദാത്തി, കാരണം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അള്ളാഹുവിൻ്റെ ദാത്ത് അല്ലാത്തതല്ല. കമാ അന്നഹാ ലൈസത്ത് ഐനഹ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അള്ളാഹുവിൻ്റെ ആ ദാത്തിൻ്റെ ഐന് അല്ലാത്തതുപോലെ ദാത്ത് അല്ലാത്തതുമല്ല. സിഫാത്തുല്ലാഹി ലൈസത്ത് ഐന ദാത്തി വലാ ഗൈറൻ സിവാഹു ഫിസ്വാലി. ബദുൽ അമാലി പറയുന്നുണ്ട്, സിഫാത്തുല്ലാഹി അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ലൈസത്ത് ഐന ദാത്തി അള്ളാഹുവിൻ്റെ ദാത്തുമല്ല, വലാ ഗൈറ ദാത്തി ദാത്ത് അല്ലാത്തതുമല്ല, വലാ ഗൈറൻ സിവാഹു ആ ദാത്ത് അല്ലാത്ത ഗൈറുമല്ല, ഫിസാലി ഇൻഫിസാലൂടെയാണ്. അത് നമുക്കൊരു നല്ലൊരു ബഹസ് അവിടെ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ദാത്തുമല്ല ദാത്ത് അല്ലാത്തതുമല്ല എന്ന് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വൈരുദ്ധ്യാവൂലേൻ, അതിൻ്റെ മാന മനസ്സിലാക്കണം. ഇത് അശായിറത്തിൻ്റെ ഇസ്തിലാഹ് അനുസരിച്ചു കൊണ്ടാണ് പറഞ്ഞത്. അശായിറത്ത് എന്ന് പറഞ്ഞാൽ അശായിറത്ത് എന്താ പറയുന്നത്? ഐന് എന്ന് പറഞ്ഞാൽ ഇത്തിഹാദും ഫിൽ മഫ്ഹൂമാണ്, മഫ്ഹൂമിലുള്ള ഇത്തിഹാദാണ്. ഇതിൻ്റെയും രണ്ടിൻ്റെയും കൂടി മഫ്ഹൂം ഒന്നാകുമ്പോഴാണ് അതെന്താകുന്നത്, ഇത് അതിൻ്റെ ഐനാണ്, അത് ഇതിൻ്റെ ഐനാണ് എന്ന് പറയുന്നത്. ഗൈരിയത്ത് എന്ന് പറഞ്ഞാലോ, ഗൈറ് എന്ന് പറഞ്ഞാൽ ഇംകാനുൽ ഇൻഫിഖാഖ് വിട്ടുപിരിയാൻ സാധ്യതയുള്ളത് എന്നാണ് ഗൈറിൻ്റെ അർത്ഥം. അപ്പം ആ രീതിയിൽ ഗൈറ് വിട്ടുപിരിയാൻ സാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഗൈറ് അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിനടുത്തിട്ട് മുൻഫസിലല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഗൈറ് അല്ല എന്ന് പറഞ്ഞാൽ ദാത്ത് തന്നെയാണോ? അല്ല. ദാത്തിൻ്റെ ഗൈറാണോ? അല്ല. അപ്പോൾ ദാത്തിൻ്റെ ഗൈറ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ റബ്ബിൻ്റെ ദാത്തിൽ നിന്ന് മുൻഫസിൽ അല്ല എന്നാണ് ആ ഗൈരിയത്തിൻ്റെ മാന. അല്ല, ഗൈരിയത്ത് അല്ല എന്ന് പറഞ്ഞതിൻ്റെ മാന. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ദാത്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടിൻ്റെയും മഫ്ഹൂമ് ഒന്നല്ല. ഉദാഹരണത്തിന് അള്ളാഹു എന്നുള്ള മഫ്ഹൂമും അതിൻ്റെ മാനയും ഖാലിഖ് എന്നുള്ളതിൻ്റെ മഫ്ഹൂമും ഒന്നല്ലല്ലോ. അതുപോലെ റാസിഖ്, റഹീം, റഹ്മാനി എല്ലാം ഓരോന്ന് അതിൻ്റെ മഫ്ഹൂമും ദാത്തിൻ്റെ മഫ്ഹൂമും ഒന്നാ അല്ല. അതാ. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അള്ളാഹുവിൻ്റെ ദാത്ത് അല്ലാത്തതല്ല. ആര്? അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന റബ്ബിൻ്റെ ദാത്തിൽ നിന്ന് റബ്ബിൻ്റെ സിഫാത്തുകൾ അത് വിട്ടുപിരിയുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ബിജമീ അജ്സാഇഹി ആലമിൻ്റെ സകല ജുസുകളോടുകൂടെയും
ആ ജുസുകൾ എന്തിനാലാണ്? മിനസ്സമാവാതി വമാ ഫീഹ, ആകാശവും അതിലുള്ളതും, വൽ അർളി വമാ അലൈഹ, ഭൂമിയും ഭൂമിക്ക് ഭൂമുഖത്തുള്ളതും. ഇതെല്ലാം ഈ ആകാശം ഭൂമി എന്നൊക്കെ പറയും. തഖ്റുജു സിഫാത്തുല്ലാ എന്നുള്ള ഫാ തഫ്രീ ആണ്. ഫാ തഫ്രീ ആണ്. ഇമ്മാ യുഅലമു ബിഹി സാനിയു എന്ന് ബയാൻ കൊടുത്തില്ലേ? മാ സിവല്ലാഹി തആല എന്ന് പറഞ്ഞ ബയാൻ കൊടുത്തല്ലോ ആലമിനിക്ക്. ആ ബയാന് അങ്ങനെ കൊടുത്തതിൽ നിന്ന് മുത്തഫർരി ആയി വരുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അതിൽ നിന്ന് ഖാരിജാകുന്നു എന്ന്. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അവൻ്റെ ദാത്തല്ലാത്തതുമല്ല, അള്ളാഹുവിൻ്റെ ഐനു ദാത്തും അല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹ് റബ്ബിൻ്റെ സിഫത്തുകൾ അതിൽ നിന്ന് ഇഖ്റാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞേ? ഈ സമാവാത്ത് അർദ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇന്നത്തെ ശാസ്ത്രീയ വീക്ഷണം അനുസരിച്ചുകൊണ്ട് എന്നല്ല പരിശുദ്ധമായ ഖുർആനിൽ സൂചനകളുണ്ട്. നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾക്കറിയാത്തതായ പലതും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗാലക്സികൾ ഒരുപാടുണ്ട്. ഈ സൗരയൂഥം എന്ന് പറയുന്ന ഞങ്ങൾ നിലകൊള്ളുന്ന സൂര്യനും ചന്ദ്രനും അതുപോലെ ഈ ബാഹ്യലോകം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്, അതുപോലെ ഈ ദൃഷ്ടിയിൽപ്പെടുന്നതിൻ്റെ പിന്നാമ്പുറങ്ങൾ, ഇതല്ലാത്തതായ ഒരുപാട് ഗാലക്സികൾ ഉണ്ട് എന്നാണല്ലോ. അതിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, ഈ ആകാശം ഭൂമി ഒന്നുമല്ല, അത്രയും വിശാലമായ ഈ ലോകം. അപ്പോൾ ഇവിടെ മിനസ്സമാവാതി വമാ ഫീഹ എന്ന് പറഞ്ഞതും വൽ അർളി വമാ അലൈഹ എന്ന് പറഞ്ഞതും അത് ഹസ്റ് ഹഖീഖിയൊന്നുമല്ല, അത് ഹസ്റ് ഇലാഫിയാണ്. ഞങ്ങൾക്ക് ആപേക്ഷികമായി ഞങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാത്ത എത്രയോ അവാലിമുകൾ വേറെയുണ്ട്. അതാ മുഹ്ദസുൻ, അത് മുഹ്ദസാണ്. മുഹ്ദസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ് എന്നർത്ഥം, പുതിയതാണ്, ഇഹദാസ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ മുഹദ്ദിസ് ആകുമ്പോൾ ആര് വേണം? ഒരു മുഹദ്ദിസ് വേണം. മുഹദ്ദിസ് ആകുമ്പോൾ ഒരു മുഹദ്ദിസ് വേണം. അതാണ് ഐ മുഖ്റജും മിനൽ അദമി ഇലൽ വുജൂദി, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് ഇഖ്റാജ് ചെയ്യപ്പെട്ടതാണ്. ബിമഅന അന്നഹു കാന മഅദൂമൻ ഫവുജിദ, ഈ ആലം ഇല്ലാത്തതായിരുന്നു, ഫവുജിദ പിന്നീട് എത്തിക്കപ്പെട്ടതാണ്, മൗജൂദായതാണ്. ഖിലാഫല്ലിൽ ഫലാസിഫത്തി, ഫലാസിഫത്തിന് എതിരായും കൊണ്ട് ഹൈസു ദഹബോ അവരഭിപ്രായപ്പെട്ടു, ഇലാ ഖിദമിസ് സമാവാതി, ആകാശങ്ങൾ ഖദീമാണ്, ബിമവാദിഹ വസുവരിഹ വഅഷ്കാലിഹ, അതിൻ്റെ മാദ്ദകൾ, അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ രീതികൾ, ഇതെല്ലാറ്റിനോട് കൂടെയും ആകാശം ഖദീമാണ്. വഖിദമിൽ അനാസിരി ബിമവാദിഹ, അനാസിറുകളും ഖദീമാണ്. അനാസിർ ഖദീമ. എന്താ അനാസിർ എന്ന് പറഞ്ഞാൽ? 4 അനാസിറുകളാണുള്ളത്, ധാതുക്കൾ. അടിസ്ഥാന മൂലകങ്ങൾ 4 എണ്ണമാണ്. ഏതൊക്കെയാണത്? നാറ്, ഹവാ, മാ, അർള്. തീ, കാറ്റ്, വെള്ളം, മണ്ണ്. ഇതാണ് 4 അൽ അനാസുറുൽ അർബ. ഈ 4 എണ്ണത്തിൽ നിന്നാണ് 3 മവാലീദുകൾ ഉണ്ടായത്. 3 മവാലീദുകൾ അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതാ? ഹയവാനാത്ത്, നബാത്താത്ത്, ജന്തുലോകം, സസ്യലോകം, ഖനിയുടെ ലോകം, മആദിൻ. ഈ 3 ഉണ്ടാകുന്നത് ഈ 4 അനാസുറുകളിൽ നിന്നാണ്. അപ്പോൾ അതാ പറയുന്നത് അൽ അനാസുരി ബിമവാദിഹ വസുവരിഹ, ഇവകളെല്ലാം ഖദീമാണ്. ലാക്കിൻ ബിൻ നൗഇ, എങ്കിലും നൗ കൊണ്ട് ഖദീമാണ് എന്ന്. ബിമാന അന്നഹ ലം തഖ്ലു ഖത്തു, ഈ അവാലിമുകൾ ഒരിക്കലും ഒഴിവായിട്ടില്ല അൻ സൂറത്തിൻ, ഏതെങ്കിലും ഒരു രൂപത്തിനെ തൊട്ട് എന്ന്. അപ്പോൾ ജിസ്മിയായ സൂറത്തുകളെല്ലാം തന്നെ ബിന്നഉ ഖദീമാണെന്നും ബിശ്ശഖ്സ് ഖദീമല്ല എന്നും, അതിൻ്റെ നൗഇയായ രൂപങ്ങൾ അതേതാണ്? നൗഇയായ രൂപങ്ങൾ, ഇപ്പം മനുഷ്യൻ്റെ നൗഇയായ രൂപം, മനുഷ്യൻ എന്ന് പറയുന്ന ഇനം, ആ ഇനം പിന്നെ എന്താണ്? പക്ഷി എന്ന് പറയുന്ന ഇനങ്ങളിൽ നിന്ന് വേർതിരിയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ നൗഇയായ സൂറത്ത് കൊണ്ടാണ്. ആ സൂറത്ത് മാത്രമേ ഹാദിസുള്ളൂ എന്നും മറ്റുള്ളതെല്ലാം തന്നെ ഖദീമാണെന്നുമാണ് പറയുന്നത്. ഫലാസിഫത്തിൻ്റെ വാദം ഒന്ന് നമ്മൾ ശരിക്കൊന്ന് പഠിക്കണം. ഫലാസിഫത്ത് പറയുന്നത് ഈ ലോകം ഖദീമാണെന്നാണ്. എന്നാൽ എങ്ങനെ ഖദീമ്? നഅം അത്ലഖു അൽ ഖൗല, അവർ മുത്തലക്കാക്കി പറഞ്ഞിട്ടുണ്ട്. ബി ഹുദൂസി മാ സിവല്ലാ, അല്ലാഹു അല്ലാത്തതെല്ലാം ഹാദിസാണ്.
ലാക്കിൻ ബിമാനൽ ഇഹ്തിയാജ് ഇലൽ ഗൈർ, എന്താണ് ഗൈറിലേക്ക് ആവശ്യമാകുക എന്ന അർത്ഥം കൊണ്ട് അള്ളാഹു അല്ലാത്തതെല്ലാം ഹാദിസാണ് എന്ന് പറഞ്ഞാൽ റബ്ബല്ലാത്ത എല്ലാത്തിനും എന്ത് വേണം, മറ്റുള്ള ഒന്നിലേക്ക് ഇഹ്തിയാജ് ഉണ്ട്. അപ്പൊ റബ്ബിലേക്ക് ഇഹ്തിയാജ് ഉണ്ട് എന്നുള്ള വിഷയത്തിൽ അവർ എന്താണ് നമ്മളോട് കൂടെ തന്നെയാണ്. ലാബി മാന സബക്കിൽ അദമി അലൈഹി, ഈ ആലമിന്റെ മേൽ ഇല്ലായ്മ എന്നുള്ളത് മുൻകടന്നു എന്ന അർത്ഥത്തിനല്ല ഹാദിസ് എന്ന് പറയുന്നത്. ഹാദിസാണെന്ന് പറയുന്നത്, ഹാദിസാണെന്ന് പറയുന്നത് മറ്റുള്ള ഒന്നിലേക്ക് ആവശ്യമാണ്, അഥവാ അള്ളാഹുവിലേക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതേ സ്ഥാനത്തോ ഈ ആലം എനിക്ക് ഇല്ലായ്മ എന്നുള്ളത് ഒന്നും മുൻകടന്നിട്ടില്ല എന്നും പറയുന്നു. അപ്പൊ വൈരുദ്ധ്യം വരുന്നത് നമുക്ക് ആക്കാം. ഖിദമിനെ രണ്ട് വിധത്തിലാക്കാം. ഖദീം ദാത്തിയുണ്ട്, ഖദീം ഇലാഫിയുണ്ട്. ഖിദം ദാത്തി ഇങ്ങനെ പറയാ, ഖിദം രണ്ട് സൈസ്. ഖിദം ദാത്തി എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഇലിന് മറ്റൊന്നിലേക്ക് ആവശ്യമില്ലാതിരിക്കുക. ആ ദാത്തിയായ ഖിദമാണ് ആർക്കുള്ളത്? അള്ളാഹുവിനുള്ളത്. ഇനി ഖിദം ഇലാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിദം ഇലാഫി എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഇന്റെ വുജൂദിൽ നിന്ന് കഴിഞ്ഞു കടന്നത് മറ്റൊരു വസ്തുവിന്റെ വുജൂദിൽ നിന്ന് കഴിഞ്ഞു കടന്നതിനേക്കാൾ അക്സറാവുക. ഒരു ഷെയ്ഇന്റെ വുജൂദ്, ആ ഷെയ്ഇന്റെ വുജൂദിൽ നിന്ന് കഴിഞ്ഞു കടന്നത് മറ്റൊരു വസ്തുവിന്റെ വുജൂദിൽ നിന്ന് കഴിഞ്ഞു കടന്നതിനേക്കാൾ അക്സറാവുക. ഉദാഹരണത്തിന് ഉപ്പയും മകനും. ഉപ്പയുടെ മാലി മകന്റെ മാലിയേക്കാൾ കൂടുതലാ. ഉപ്പാക്ക് കുറേ കാലം കഴിഞ്ഞു, മകനിക്ക് എന്ത് കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഉപ്പാക്ക് 50 കൊല്ലം കഴിഞ്ഞ് കടന്നെങ്കിൽ മകനിക്കാകുമ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും? ചിലപ്പോൾ 30 കൊല്ലോ അതിൻ്റെ കുറവോ അതിൻ്റെ കൂടുതലോ ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഉപ്പാന്റെ അപ്പൊ അവിടെ ആരെന്ന് പറയാം, ഉപ്പ ആരാണ്? ഖദീമാണ്. ആരേക്കാൾ? മകനേക്കാൾ. അതെന്താണ്? ഇലാഫിയായിരിക്കുന്ന ഖിദമാണ്. ആ ഒരു ഖിദമിന്റെ എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ എന്നാ പറയുന്നത്, ഖിദം ഇലാഫി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആലമ് അതിൻ്റെ സകല അജ്സാകളും ഹാദിസാണ്. എങ്ങനെ? അഹ്ലുൽ ഹക്കിന്റെ അടുക്കൽ ദാത്തിയായ ഹാദിസ് തന്നെയാണ്. എന്നാ ബഅദ് ബിദ്ദാത്ത് ഹാദിസാണ്, സമാന് കൊണ്ട് ഖദീമാണ് ഫലാസിഫത്തിന്റെ അടുക്കൽ. ഈ മുഖദ്ദിമ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇനി വരാൻ പോകുന്ന ചർച്ചകൾ മനസ്സിലാകും എന്നാണ് പറയുന്നത്. ഖിലാഫല്ലി ലിൽ ഫലാസിഫത്തി എന്നുള്ളടുത്ത് അത് ഒരുപാട് മുഖദ്ദിമകളിലൂടെ മാത്രമേ ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഒന്ന്, നിരവധി വിഷയം. ഒന്നാമത്തത് അറസ്താത്താലീസും അഥവാ അരിസ്റ്റോട്ടലും അദ്ദേഹത്തെ പിന്തുടരുന്നവരും പറയുന്നത് ജിസ്മ് രണ്ട് ജൗഹറുകളിലൂടെ മുറക്കബാണ്. ഒന്ന് ഹയൂലയാണ്, മറ്റൊന്ന് സൂറത്താണ്. ആ ഹയൂലയിൽ ഇറങ്ങുന്ന സൂറത്താണ്. അതിന് പറയുന്നത് സൂറത്തുൽ ജിസ്മിയായ സൂറത്ത് എന്നാണ്. അവർ പറയുന്നത് ജിസ്മ് അതിൻ്റെ ഫീ ദാത്തിഹി മുത്തസിലാണ്. ജിസ്മ് അതിൻ്റെ സത്തയിലേക്ക് നോക്കുമ്പോൾ മുത്തസിലാണ്, എന്തല്ല അതിൽ വിട്ടുപിരിക്കുന്നതൊന്നും തന്നെ ഇല്ല എന്നാണ്. ഹിസ് അങ്ങനെയാണല്ലോ അറിയിക്കുന്നത്. ഒരു ജിസ്മും അതിൻ്റെ സൂറത്തും തമ്മിൽ വേറെ വേറെയല്ലല്ലോ. ഇപ്പോൾ സെയ്ദിനെ എടുത്തു കഴിഞ്ഞാൽ സെയ്ദിൻ്റെ തടിയും അവൻ്റെ രൂപവും അത് വേറെ വേറെയല്ലല്ലോ, രണ്ട് മുത്തസിലായി കിടക്കുന്നതല്ലേ എന്ന് പറയുന്നു. ഇത് ഒന്നാമത്തെ അഭിപ്രായമാണ്. ഇലാ ഖിദമി സമാവാതി, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഷക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു സൂര്യൻ്റെ ഷക്കില് അത് കുറവിയ്യത്തായ ഷക്കിലാണ്, ഒരു ഗോളാകൃതിയാണ്. അതാണ് അതിൻ്റെ ഷക്കിലുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖിദമുൽ അനാസിർ ഖദീമാണ്. അനാസിർ 4 ഏതാണെന്ന് പറഞ്ഞു, അതിൻ്റെ മവാദുകൾ, അതിൻ്റെ സൂറത്തുകൾ. ലാക്കിൻ ബിൻ നൗഇ, അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അനാസുറിൻ്റെ സൂറത്തുകൾ അത് നൗഅ് കൊണ്ട് ഖദീമാണ്. അവരുടെ മദ്ഹബ് ജിസ്മ് ഖദീമാണ്. എങ്ങനെ? നൗഅ് കൊണ്ട് ഖദീമാണ്. ഷാരിഹിൻ്റെ അഭിപ്രായങ്ങൾ തന്നെ പല കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ഒന്ന്, ഷാരിഹ് ഉദ്ദേശിക്കുന്നത് സൂവർ ജിസ്മിയത്താണ്, സൂറത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് ജിസ്മിയത്താണ്. നൗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലാഫിയായ നൗ ആണ്. അപ്പോൾ നൗഇനെയും ജിൻസിനെയും ഉൾക്കൊള്ളിക്കുമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിസ്മിയത്തും നൗഇയ്യത്തുമാണ് എന്നുമാണ്. മറ്റൊന്ന്,
അദ്ദേഹം സൂറത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ജിസ്മിയത്തും നൗഇയത്തുമാണെന്ന് പറഞ്ഞു. നൗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹക്കീക്കിയുമാണ് എന്ന് പറഞ്ഞു. എങ്കിലും ആ ഫലാസിഫത്തിൻ്റെ അഭിപ്രായത്തെ മുസന്നിഫ് തൃപ്തിപ്പെട്ടിട്ടില്ല. നൗഇയായ സൂറത്ത് ഖദീമാണ് എന്നുള്ളതിനെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അതിൻ്റെ ന്യായാന്യായങ്ങൾ ഇന്നതൊക്കെയാണെന്നാണ് ശുറൂഹുകളിൽ വിശദീകരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ബിമാന അന്നഹ ലം തഖ്ലു ഖത്തു അൻ സൂറത്തിമ്മ, ഏതെങ്കിലും ഒരു രൂപത്തിൽ നിന്ന് ആ അവാലിമ് ഒഴിവല്ല, അനാസിറുകൾ ഒഴിവല്ല. നഅം അത്ലഖുൽ ഖൗല ബിഹുദൂസി മാ സിവല്ലാ ലാകിൻ ബിമാനൽ ഇഹ്തിയാജി ലിൽ ഗൈർ ലാ ബിമാന സബ്കിൽ അദമി അലൈഹീൻ. ഇവിടെ അതിൻ്റെ ജവാബ് എന്താ? ഹാസുലുൽ ജവാബ്, അവർ ഹാദിസാണെന്ന് വിശദീകരിക്കുന്നു. പക്ഷേ ഹുദൂസുൽ ആലമിന് മറ്റൊരു മാനയാണ് പറയുന്നത്. അസലീയത്തിന് എതിരാകാത്ത ഒരു മാനയാണ് പറയുന്നത്. ഹാദിസാണ് എന്ന് പറഞ്ഞാൽ ഖദീമ് അല്ല എന്നാണോ അർത്ഥം? അങ്ങനെയല്ല. മറിച്ച് ഹാദിസാണെന്നുള്ളതിലാണ് മാന വെച്ചത്. ഗൈറിലേക്ക് ഇഹ്തിയാജുണ്ട്, വുജൂദിന് ഗൈറിലേക്ക് ഇഹ്തിയാജുണ്ട് എന്നാണ്. എന്നാൽ സമാനിലേക്ക് നോക്കുകയാണെങ്കിലോ സമാന് കൊണ്ട് ഖദീമല്ല എന്നും ഖദീമാണ് എന്നും അവർ പറയുന്നു. അപ്പോൾ വൽ ആലമു ഇൻദഹും, അവരുടെ അടുക്കൽ ആലമ് അത് ബിസ്സമാന് ഖദീമാണ്, ബിസ്സാത്ത് ഹാദിസുമാണ് എന്ന്. ഞങ്ങളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചോ ബിസ്സാത്തും ഹാദിസ് തന്നെയാണ്, ബിസ്സമാനും ഹാദിസ് തന്നെയാണ് എന്ന്. അംബിയ മുർസലീങ്ങൾ അവരെല്ലാവരും ഇജ്മാ ആയ കാര്യമാണ് ആലമ് ഹാദിസാണ് എന്ന്. ആലമ് ഖദീമാണെന്നുള്ള അഭിപ്രായം കുഫ്റുൻ, അത് കുഫ്റാണ്. മാത്രമല്ല പല മഹാന്മാർ, ഹദീസിൻ്റെ പണ്ഡിതന്മാർ, ഹനാബിലത്ത്, അവരെല്ലാവരും തന്നെ അതെല്ലാം ഖദീമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില ഇബ്നു തൈമിയെ പോലത്തെ ആളുകൾ, അതുപോലെ ഹനാബിലത്തും, ഇബ്നു തൈമിയ ഹംബലി മദ്ഹബുകാരൻ തന്നെയാണ്, അവർ അർശ് ഖദീമാണ് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് അത് ഖൗലുൻ ലാ ഷാദുൻ ലാ യുഅബഉ ബിഹി, അത് തെളിവില്ലാത്ത വാദമാണ്, ഉസൂലിനോട് വിരുദ്ധമായ വാദമാണ്, അതിനെ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ അജ്സാവും അത് ഹാദിസ് തന്നെയാണ്. ഇവിടെ ഫലാസിഫത്ത് ആലം ഖദീമാണെന്നുള്ളതിന് ഒരുപാട് വജുഹുകൾ അവർ അത് പറയുന്നുണ്ട്. പക്ഷെ ആ വജുഹുകളെല്ലാം നമ്മൾ അത് പറയുകയും അതിൻ്റെ മറുപടി പറയുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ അഖീദ എന്താണ്? ആലം ഖദീമാണ്, ആലം ഹാദിസാണ് എന്നുള്ളത് തന്നെ. പിന്നെ അവരുടെ ഒരുപാട് വാദങ്ങളും ആ വാദത്തിൻ്റെ മറുപടിയിലും പോയി കഴിഞ്ഞാൽ വലിയ തവീലായി പോകും. സുമ്മ അഷാറയില്ല. ഇനി നമുക്ക് എന്താ കിട്ടണ്ടു? ആലം ഹാദിസാണ് എന്നുള്ളതിൻ്റെ തെളിവാൻ നമുക്ക് കിട്ടണ്ടു. സുമ്മ അഷാറയില്ല. അതാണ് പറയുന്നത്. ഇൽമുൽ കലാം പഠിക്കുന്നതിനെ മൻഇ ചെയ്തിരുന്നു ഒരു വിഭാഗം പണ്ഡിതന്മാർ. അത് മൻഇ ചെയ്യാൻ കാരണം തന്നെ ഇത്തരം ഫൽസഫകൾ അതിൽ കടന്നുകൂടിയിട്ട് ആകെ വികൃതമാക്കിയതിൻ്റെ പേരിലാണ്. അപ്പം അതിനെ ഒരുപാട് അതിൽ നിന്നൊക്കെ തഖ്ലീസു ചെയ്തിട്ടുണ്ട്, തഹ്ദീബാക്കിയിട്ടുണ്ട്, സംസ്കരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഒറ്റപ്പെട്ട ചർച്ചകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സുമ്മ അഷാറയില ദലീൽ ഹുദൂസുൽ ആലമി, ലോകം ഹാദിസാണെന്നുള്ള തെളിവിലേക്ക് ചൂണ്ടി ബി ഖൗലിഹി, മുസന്നിഫിന്റെ വാക്കുകൊണ്ട് ഇത് ഹുവ, ആലം ഹാദിസാണെന്ന് പറയാൻ കാരണം ഇത് ഹുവ ഐ അൽ ആലമു, ആലമാകുന്നത് അയ്യാനുൻ വ ആറാദുൻ, ഒരുപക്ഷെ തടികളായിരിക്കും, സത്തകളായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളായിരിക്കും. ആലമ് എന്ന് പറഞ്ഞാൽ തന്നെ ഐനുകളും അറദുകളും കൂടിയിട്ടുള്ളതാണല്ലോ. ലിഅന്നഹു, കാരണം അല്ലാഹു അല്ലാത്തത് ഇൻ ഖാമ ബിദാത്തിഹി, അത് ബിദാത്ത് നിലനിൽക്കുന്നതാണെങ്കിൽ ഫഐനുൻ, അതിന് ഐനി എന്ന് പറയും, സ്വയം നിലനിൽപ്പുള്ളത്. അള്ളാഹുവിലേക്ക് ആവശ്യമില്ല എന്നുള്ള അർത്ഥമല്ല. ഒരു തടി, ഒരു ആരാണ് ഐനി? എന്താണ് ഐനി? അത് ബിദാത്തിഹി നിലനിൽപ്പുള്ളത്. ഓ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ഫാറദുൻ അറദാണ്. അപ്പോൾ ഈ രണ്ടും എന്താണ്? ഹാദിസുമാണ്. കമാസൻ ഉബയ്യനു, അത് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. വലം യതാറദ് ലഹുൽ മുസന്നിഫു, മുസന്നിഫ് അതിലേക്ക് വെളിവായിട്ടില്ല, അഥവാ അതിൻ്റെ ആ തെളിവ് പൂർണ്ണമായി ഇവിടെ പറഞ്ഞിട്ടില്ല. അന്നൽ കലാമ ഫീഹി ത്വവീലുൻ, അതിലുള്ള കലാമ് അത് ദീർഘിച്ചതാണ്. ലാ യലീഖു ബി ഹാദൽ മുഖ്തസർ, ഈ ഒരു ലഘുകൃതിയോട് യോജിക്കുന്നതല്ല. നമ്മൾ കണ്ടിട്ടില്ലേ ഷറുൽ അൽ അഖായിദ് ഒരു 3-5 പേജല്ലേ ഒട്ടാകെ ഉള്ളൂ. അപ്പോൾ അതിൽ എന്തെല്ലാം വലിച്ചുകൊണ്ട് വരിക? കൈഫ വഹുവ മക്സൂറുൻ അൽ മസായിലി, ആ കൈഫ എങ്ങനെയാണ് ഈ ലഘുകൃതിയോട് യോജിക്കുക?
വഹുവ മഖ്സൂറുൻ അലൽ മസാഅലകളുടെ മേലെ ലിമാ സനുബയ്യിനു വകുല്ലു വാഹിദിൻ മിൻഹുമാ ഹാദിസുൻ ലിമാ സനുബയ്യിനു. നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വലം യതഅറദു ലഹുൽ മുസന്നിഫ് അതിലേക്ക് വെളിവായിട്ടില്ല. ലിഅന്നൽ കലാമ ഫീ തവീലു ലാ യലീഖു ബിഹാദൽ മുഖ്തസർ കൈഫ വഹുവ മഖ്സൂറുൻ അലൽ മസായിലി. ഇതിൽ മസലകളുടെ മേൽ മാത്രം ചുരുക്കപ്പെട്ട കിതാബാണ് അൽ അഖായിദ് ദൂന ദലായിലി, ദലായിലിനെ കൂടാതെ. അപ്പൊ ദലായിൽ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഹുദൂസുൽ ആലം അതിന്റെ ദലീലിലേക്ക് മുസന്നിഫ് വെളിവായിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ വെളിവാകുന്നത് തവീലാകുകയും ഈ കിതാബിനോട് ഇത് യോജിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഫൽ അയ്യാനു, അപ്പോൾ അയ്യാന് എന്താണ്? മാ ഒന്നാണ്. ഐ മുംകിനുൻ ഒരു മുംകിനാണ്. യകൂനു ലഹു അതിനിക്കുണ്ടാകും. ആ അയ്യ പിന്നെ ആ മാക്ക് ഖിയാമും ബിദാത്തിഹി നിലനിൽപ്പുണ്ട്. ഇവിടെ മുംകിനുൻ എന്നെന്തിനാ പറഞ്ഞത്? അത് അള്ളാഹുവും സ്വയം നിലനിൽപ്പുള്ളതാണ്. പിന്നെ എന്താണ്? ഐനും സ്വന്തമായി നിലനിൽപ്പുള്ളതാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വയം നിലനിൽക്കുക എന്നുള്ളതും ഈ ഹാജിസായ വസ്തുക്കളിൽ നിന്ന് അയ്യാനുകളുടെ സ്വയം നിലനിൽപ്പ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്ന് പറയാനാണ് മുംകിനുൻ യകൂനു ലഹു എന്ന് പറഞ്ഞത്. മുംകിനുൻ. അതേ സ്ഥാനത്ത് വാജിബായ അള്ളാഹുവിനും എന്തുണ്ട്? ബിദാത്ത് വുജൂദ് തന്നെയാണ്. അവന്റെ ശരിയായ ദാത്തിയത്ത് തന്നെയാണ് ഹക്കീക്കിയായ ദാത്തിയത്ത്. ഇത് അള്ളാഹു സ്വയം നിലനിൽപ്പ് നൽകിയ ബിദാത്ത് നിലനിൽക്കുന്നതാണ്. ഈ ഭൗതികമായ വസ്തുക്കളിൽ നിന്ന് അയ്യാനുകൾ എന്ന് പറയുന്നത് ബിദാത്തിഹി നിലനിൽക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അത് അള്ളാഹുവിന്റെ ബിദാത്ത് നിലനിൽക്കലും ഈ വസ്തുക്കളുടെ ബിദാത്ത് നിലനിൽക്കലും ഒരുപോലെയല്ല. കാരണം ഹൽക്കിനുള്ളതായ ബിദാത്തിഹി വുജൂദ് അത് റബ്ബ് തആല കൊടുത്തതാണ്, അത് ഹക്കീക്കിയല്ല. പിന്നെ അതാ മാ ലഹു ഖിയാമൻ ബിദാത്തിഹി ബിഖരീനത്തി ജഅലിഹി മിൻ അഖ്സാമിൽ ആലം. ഈ ഐനെ എന്തിൽ പെടുത്തിയിട്ടുണ്ട്? ആലമിന്റെ കിസ്മുകളിൽ പെടുത്തിയിട്ടുണ്ട്. വമാന ഖിയാമിഹി ബിദാത്തിഹി ഇൻദൽ മുതകല്ലിമീന. അതാ അതിന് മാന അവിടെ പറയുന്ന ബിദാത്തിഹി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ മുതകല്ലിമീങ്ങളുടെ അടുക്കൽ ഐ യതഹയ്യദ ബിനഫ്സിഹി സ്വയം നിലനിൽക്കുക എന്നാണ്. ഒരു ഹയ്യിസിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ഐ യതഹയ്യദ ഒരു മക്കാനിനെ പിടിക്കുക, ബിനഫ്സിഹി സ്വന്തമായിട്ട്. അപ്പൊ ഹയ്യിസ് എന്ന് പറഞ്ഞാൽ മക്കാൻ എന്നാണ് അർത്ഥം. തഹയ്യസ എന്ന് പറഞ്ഞാൽ അഹദൽ മക്കാന, ഒരു മക്കാനിനെ പിടിച്ചു എന്നാണ്. ഗൈറു താബിഇൻ തഹയ്യുദുഹു അതിന്റെ മക്കാനിനെ പിടിക്കൽ തുടരുന്നില്ല. ലി തഹയ്യുദി ഷൈഇൻ ആഖറ മറ്റൊരു ഷൈഇന്റെ മക്കാനിനെ പിടിക്കലിനോട്. ബിഖിലാഫിൽ അറദി അറദിന് എതിരുകൊണ്ട്. ഫൈന തഹയ്യുസഹു കാരണം അറദിന്റെ മക്കാനിനെ പിടിക്കൽ താബിഉൽ ലി തഹയ്യുദുൽ ജൗഹരി ജൗഹറിന്റെ തഹയ്യുദിനെ തുടർന്നു കൊണ്ടുള്ളതാണ്. ജൗഹർ എന്ന് പറഞ്ഞാൽ ഐന് അല്ലദീ ഹുവ മൗദൂഉഹു എങ്ങനത്തതായ ജൗഹറാണ്? ആ ജൗഹറാണ് ആ അറദിന്റെ മൗദൂഅ്. അത് അതിന്റെ മാന ഐ മഹല്ലുഹു അല്ലദീ യുഖവ്വിമുഹു അതിന് നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുന്ന അതിന്റെ മഹല്ല്, ആ മഹല്ലിൽ നിലനിൽക്കുന്നതാണ്. മാന വുജൂദിൽ അറദി അറദ് നിൽക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഫിൽ മൗദൂഇ അതിന്റെ മൗദൂഇൽ ഹുവ അന്ന വുജൂദഹു ഫീ നഫ്സിഹി ഹുവ വുജൂദുഹു ഫിൽ മൗദൂഇ. ആ അറദിന്റെ വുജൂദ് ഫീ നഫ്സി സ്വന്തമായിട്ടുള്ള നിലനിൽപ്പ് ഹുവ വുജൂദുഹു ഫിൽ മൗദൂഇ അത് മൗദൂഇൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡ്രസ്സിന്റെ വെളുപ്പ് എന്ന് പറയുന്ന ആ അറദിന്റെ വുജൂദ് എന്താണ്? ആ ഡ്രസ്സിൽ ആ വെളുപ്പ് നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മാന. വലിഹാദ അതുകൊണ്ടാണ് എംതനിയുൽ ഇന്തിഖാലു അൻഹു ആ അറദ് ആ മൗദൂഇനെ തൊട്ട് നീങ്ങിപ്പോകൽ മുംതനിയാകുന്നത്, അത് പറ്റാതിരിക്കുന്നത്. ബിഖിലാഫി വുജൂദിൽ ജിസ്മി ഫിൽ ഹയ്യിസി ഒരു തടി ഒരു ഹയ്യിസിൽ ഉണ്ടാകുന്നതിന് എതിരുകൊണ്ട് ഫഇന്ന വുജൂദഹു ഫീ നഫ്സിഹി അംറുൻ കാരണം ഈ തടിയുടെ സ്വന്തമായിട്ടുള്ള വുജൂദ് ഒരു അമ്രാണ്. വുജൂദു ഫിൽ ഹയ്യിസി അതൊരു മക്കാനിൽ ഉണ്ടാകൽ അമ്റുൻ ആഖറു വേറൊരു കാര്യവുമാണ്. വലിഹാദ ഇതുകൊണ്ടാണ് എന്തൊക്കെയും ആ ജിസ്മ് നീങ്ങുന്നത് അൻഹു ആ ഹയ്യിസിനെ തൊട്ട്. അപ്പൊ എന്താണ്? ഒരു തടി ഇപ്പൊ ഞങ്ങളാകുന്ന തടി ഇന്നിപ്പോൾ ഇവിടെ പിന്നെ കണ്ണൂരിലുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ കോഴിക്കോട് ഉണ്ടാവും. അല്ലെ ഇപ്പം ഞാൻ പുരയിലുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പള്ളിയിലായിരിക്കും, അല്ലെ പള്ളിയിൽ നിന്ന് വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ മക്കാന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ അറളുകൾ അങ്ങനെയല്ല. എനിക്ക് അറളുണ്ട്. എൻ്റെ അറള് എവിടെയാ? എൻ്റെ തടിയിലാണ്. ഞാൻ എവിടെ പോകുന്നു അവിടെ എല്ലാം അറള് വരുമെന്നല്ലാതെ കണ്ട് അറളിനായിട്ട് ഒരു മക്കാന് മാറലില്ല. എൻ്റെ തടിയിലുള്ള അറള് എപ്പോഴും ആ തടിയിൽ തന്നെ. ഇന്ദൽ ഫലാസിഫത്തിന്റെ അടുക്കൽ മാന ഖിയാമി ഷൈഇ ബിദാത്തിഹി
ഒരു ഷെയ് അതിൻ്റെ ദാത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്തിഗ്നാഉഹു അൻ മഹല്ലിൻ യുഖവ്വിമുഹു, അതിന് ഖിവാമ് നൽകുന്ന, നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുന്ന ഒരു മഹല്ലിന് തൊട്ട് അത് ആവശ്യമില്ലാതെ ആവുക എന്നുള്ളതാണ് ഒരു ഷെയ് സ്വയം നിലനിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ മാന. വമാന ഖിയാമിഹി ബിഷൈഇൻ, ഒരു ഷെയ്യിൽ നിലനിൽക്കുക, ഒരു വസ്തു ബിദാത്തിഹി നിലനിൽക്കലുണ്ട്, ബിഷൈഇൻ ഒരു ഷെയ്യിൽ നിലനിൽക്കലുണ്ട്. ഷെയ്യിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇഖ്തിസാസുഹു ബിഹി, ആ ഷെയ് മറ്റൊരു ഷെയ്യിൽ കൊണ്ട് മുഖ്തസാവുക, ബി ഹൈസു യസീറുൽ അവ്വലു ഒന്നാമത്തതാവുക, നായത്താവുക, വസാനി മൻഊത്തൻ രണ്ടാമത്തത് മൻഊത്തുമാവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സവാഉങ്കാന മുത്തഹയ്യിസൻ, അത് ഹയ്യിസിനെ പിടിക്കട്ടെ, കമാഫി സവാദിൽ ജിസ്മി, ജിസ്മിൻ്റെ സവാദിലുള്ളതുപോലെ. കാരണം ജിസ്മിൻ്റെ സവാദ്, ആ ജിസ്മിൻ ഒരു തടിയുടെ കറുപ്പ്, ആ കറുപ്പ് എന്തിനെ മഹലിനെ പിടിക്കുന്നുണ്ട്, ആ ജിസ്മിൽ ഒരു മഹലിനെ പിടിക്കുന്നുണ്ട്. ഔല അല്ലെങ്കിൽ അങ്ങനെ മഹലിനെ പിടിക്കാതിരിക്കട്ടെ, കമാഫി സിഫാത്തില്ലാഹി തആല, അല്ലാഹ് സിഫാത്തിൽ ബാരി തആല, അങ്ങനെ ഉണ്ടാ അള്ളാഹുവിൻ്റെ സിഫത്തുകളിലുള്ളതുപോലെ. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് എന്തില്ല, ഒരു മഹലിനെ പിടിക്കുന്ന അവസ്ഥയൊന്നും ഇല്ല. വഹുവ, ഇനി വിഷയത്തിലേക്ക് കടക്കുക. വഹുവ മാലഹു ഖിയാം ബിദാത്തിഹി മിനൽ ആലം, ഈ ആലമിൽ നിന്ന് ബിദാത്തിഹി നിലനിൽപ്പുള്ളത് ഇമാ മുറക്കബുൻ, ഒരുപക്ഷെ അത് മുറക്കബായിരിക്കും, മിൻ ജുസൈനി രണ്ടോ, ഫസായിദിൻ അതിൽ കൂടുതലോ, ജുസുകളാൽ മുറക്കബായതായിരിക്കും. വഹുവൽ ജിസ്മു, അതാണ് ജിസ്മ്. വ ഇന്ദൽ ബാലി ലാബുദ്ദ മിൻ സലാസത്തി അജ്സായിൻ, ഒരു ജിസ്മ് ഉണ്ടാകണമെങ്കിൽ 3 ജുസുകൾ വേണം പോലും. ലി തഹക്കുക്കിൽ അബ്ആദി സലാസ, 3 ബുഅദുകളായ അയ്നിയ തൂല വൽ അർള വൽ ഉംക, നീളം വീതി ആഴം എന്ന് പറയുന്ന 3 ബുഅദുകൾ അത് ഉണ്ടാവേണമെങ്കിൽ 3 ജുസെങ്കിലും വേണ്ടേ. ഏതൊരു വസ്തുവിന്, തടിയുള്ള ഏതൊരു വസ്തുവിന് എന്ത് വേണോ, നീളം വീതി ആഴം, ഈ 3 ഉണ്ടാകണമെങ്കിൽ ചുരുങ്ങിയത് 3 ജുസെങ്കിലും വേണമല്ലോ. ഒരു ആഴം, ഒരു ജിസ്മ്, ആഴം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വസ്തുക്കളാകുമ്പോൾ ആഴം എന്നുള്ളത് കനം എന്ന് പറഞ്ഞോളി, കനം, ആ കനത്തിനെ കുറിച്ചാണ് ആഴം എന്ന് പറയുന്നത്. വ ഇന്ദൽ ബാലി, ചില ആളുടെ അടുക്കൽ ഒരു ജിസ്മ് ഉണ്ടാകണമെങ്കിൽ മീൻ സമാനിയത്തെ അജ്സ, 8 ജുസുകൾ വേണം. തഖാതുഉൽ അബ്ആദി സലാസത്തി അലാ സവായ ഖായിമത്തിൻ, സാവിയ എന്ന് പറഞ്ഞാൽ കോണുകൾ എന്നാണ്, ഖായിമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 90 ഡിഗ്രി ഉള്ളത്, 90 ഡിഗ്രിയുള്ള സാവിയകളുടെ മേൽ അതിൻ്റെ 3 ബുഅദുകൾ, നീളം വീതി അകലം ആഴം പോലത്തെ 3, അത് 3 ഭേദിക്കൽ ഉണ്ടാവേണമെങ്കിൽ 8 ജുസുകൾ വേണമെന്നാണ്. അത് വരച്ചിട്ട് കാണിക്കണം. ലൈസ ഹാദ നിസാഅൻ ലഫ്ലിയൻ, ഇത് ലഫ്ലിയായ ഒരു തർക്കമല്ല. റാജിയനിൽ ഇസ്തിലാഹി, ഇസ്തിലാഹിലേക്ക് മടങ്ങുന്ന, ഹത്താ ഇദുഫ, ഇതിനെ ദഫി ചെയ്യപ്പെടാൻ, ബിഅനലി കുല്ലി അഹദിനെ യസ്തലിഹ അലാമായഷാവ്, ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത്, അവരവർക്ക് തോന്നിയത് സാങ്കേതികമായി കൊണ്ടുവരുന്നത് എനിക്കെന്താ ഇപ്പോൾ കുഴപ്പം? അതും അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടേണ്ടതായ ഒരു അഭിപ്രായമല്ല ഇത്. ബൽഹുവ നിസാഉൻ ഫി അന്നൽ മാന അല്ലദി വുദിയ ലഫ്ദുൽ ജിസ്മി, ജിസ്മെന്ന ലഫ്ദ് ബി ഇസായിഹി, ഏതൊന്നിന് പകരമായിട്ടാണോ വെക്കപ്പെട്ടത്, അമ്മനയിലുള്ള തർക്കമാണിത്. അത് ഹൽ യക്ഫി ഫി തർക്കീബു മിൻ ജുസൈനി അംല, 2 ജുസൈൻ്റെ തർക്കീബ് മതിയോ, അല്ല 3 വേണോ, അല്ല 8 വേണോ എന്നൊക്കെയുള്ള ചർച്ചയാണ് ഇത്. അതിന് ഓരോന്നിനും ഇനി തെളിവാണ് ഇനി പറഞ്ഞു വരുന്നത്. ഇഹ്തജൽ അവ്വലൂന, ആദ്യത്തെ ആളുകൾ തെളിവ് പിടിച്ചു. ആരാണ്? യക്ഫി ഫി തർക്കീബി മിൻ ജുസൈനി, തർക്കീബിന് 2 ജുസ് മതി എന്ന് പറയുന്നവർ, ബിയാൻ യുഖാലി അഹദിൽ ജിസ്മൈനി, 2 ജിസ്മിൽ നിന്ന് ഒന്നിനിക്ക് പറയപ്പെടും. ഇദാ സീദ അലൈഹി ജുസൂൻ വാഹിദുൻ, അതിൻ്റെ മേലെ ഒരു ജുസീൻ അങ്ങനെ ഏറ്റിയാൽ, ഇന്നഹു അജിസമു മിനൽ ആഖർ, ഈ ഏറിയതായ ഒന്ന് മറ്റേനേക്കാൾ വലിയ ജിസ്മാണ് എന്ന് പറയൂലേ. അജിസം എന്ന് പറഞ്ഞാൽ ആലമു ജിസ്മൻ, ജിസ്മാൽ വലുതാണ് ഏതിനേക്കാൾ, ആ ഒന്നിപ്പോൾ ഈ ഒരു ജുസ് കൂടിയല്ലോ, ആ കൂടിയത് ആ ജുസ് ഇല്ലാത്തതിനേക്കാൾ വലുതാണ് പറയാറുണ്ടല്ലോ. ഫലൗലാന മുജറദ് തർക്കീബി, കേവലം തർക്കീബ്, കാഫിൻ ഫിൽ ജിസ്മിയത്തി, ജിസ്മാകാൻ പര്യാപ്തമാണെങ്കിൽ, ലമാ സാറബി മുജറദ് സിയാദത്തിൽ ജുസി, കേവലം ഒരു ജുസിൻ്റെ വർധനവ് കൊണ്ട് മാത്രം, അസിയദ് ഫിൽ ജിസ്മിയത്തി, ജിസ്മിൽ അത് വർധനമുള്ളതാകുമായിരുന്നില്ലല്ലോ. ഇവരെന്താ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, 2 ജുസുകൾ ഉണ്ടെങ്കിൽ എന്താകാം, ഒരു ജിസ്മാകാം. എന്തുകൊണ്ടാണ്? ഈ 2 ജുസ് ഉള്ള 2 തടികൾ, ആ തടികളിൽ നിന്ന് ഒന്നിൻ്റെ മേൽ ഒരു ജുസ് ഏറ്റി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതിനേക്കാൾ 2 വലുതായി തീർന്നല്ലോ ഈ 3 ജുസുകൾ ഉള്ളത്. അപ്പോൾ ജിസ്മ് ആകാൻ വേണ്ടി അത്ര പോരാ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതെങ്ങനെയാ മറ്റേനേക്കാൾ വലുതാണ് എന്ന് പറയാൻ പറ്റുക?
എന്നാണ് അവർ പറയുന്നത്. അല്ല, ചുരുങ്ങിയത് ഒരു ജിസ്മാകണമെങ്കിൽ കേവലം ജിസ്മാണെങ്കിൽ എന്ത് വേണം? ഒരു 2 ജ്യൂസ് എങ്ങനെയായാലും വേണം. ആ 2 ജ്യൂസ് ആയ ജിസ്മ ആയതിന് ശേഷമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഒഫീഹി നദറുൻ, ഈ പറഞ്ഞതിൽ ചിന്തിക്കാനുണ്ട്. ലിയനു അലി അന്ന അഫ്അല മിനൽ ജസാമത്തി, ജസാമത്തിലെ അഫ്അല ബിമാന ദഖാമ വ ഇളമിൽ മിഖ്ദാർ, തടി എന്നും മിഖ്ദാർ വലുതാകുക എന്നുമാണ്. യുഖാലു ജസുമ ഷൈഉ എന്ന് പറയാറുണ്ട്. ഈ ആദുമാൻ ഫഹുവ ജസീമുൻ, അപ്പോൾ എന്താ എൻ്റെ വസ്ഫ് ജസീം എന്നും ജുസാം എന്നുമാണ് ബില്ലമ്മി. വൽ കലാമു ഫിൽ ജിസ്മിൽ ലദി ഹുവ ഇസ്മുൽ ലാ സിഫത്തുൻ, നമ്മളുടെ കലാമ് ഒരു ജിസ്മിനെ കുറിച്ചാണ്, അത് ഇസ്മാണ്, സിഫത്തായ ജിസ്മിനെ കുറിച്ചല്ല, ഇസ്മായ ജിസ്മിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച എന്ന്. അവരുടെ വാദം തന്നെ വാദത്തിന് തെളിവ് എങ്ങനെയാണെന്നുള്ളൂ? അജ്സമ് എന്നുള്ളത് ഇസ്മു തഫ്ദീലാണ് എന്ന് വെക്കുമ്പോൾ മാത്രമേ അവരുടെ വാദം ശരിയാവുന്നുള്ളൂ. കാരണം എന്താണ്? ഇതിനേക്കാൾ വലിയ ജിസ്മ് എന്ന അർത്ഥത്തിന് വസ്ഫിയായ മാന കൊടുക്കുമ്പോഴേ ശരിയാവുന്നുള്ളൂ. ഇവിടെ അതിന് മറുപടി പറയുന്നത് വസ്ഫിയായ മാനയല്ല, ഇസ്മിയായ മാനയാടുള്ളൂ. അപ്പോൾ കൂടുതൽ എന്നുള്ള ഒരു മാന അവിടെ വരുന്നില്ല എന്നാ പറയുന്നത്. ഇത് ആലമു മിനൽ ആഖിർ, ഹാദ അജ്സമു മിനൽ ആഖിരി എന്ന് പറഞ്ഞാൽ ജിസ്മിയത്തിൽ കൂടുതലുള്ളതാണ് എന്നല്ലേ? അങ്ങനെയാണല്ലോ തെളിവ് പിടിക്കുന്നത്. മറിച്ച് അതിൻ്റെ മാന എന്താണ്? ജസാമത്തിൽ വലുതാണ്. വൽ കലാമു, നമ്മളെ കലാമ് ഫിൽ ജിസ്മി, ഒരു ജിസ്മില, അല്ലതി എങ്ങനത്തെ ജിസ്മാണ്? അതിനപ്പുറം എന്താ പറയുന്നത്? ജൗഹർ മുറക്കബിൻ്റെ പേരായ ജിസ്മാണ് എന്നല്ലാതെ കണ്ട് എന്തല്ല, സിഫത്തിനെ കുറിച്ചല്ല. ഈ ആലമ് എന്നൊക്കെ പറഞ്ഞാൽ സിഫത്ത് ഏതാണ്? അലീമ് എന്നുള്ള മാനാക്കുള്ളത്. അതിൻ്റെ മേലാണ് ഊരിദ അലി അന്നഹു ലാ ഫായിദത ഫി ഹാദൽ മഖാം ലിഅന്നൽ ജിസ്മ ലം യുസ്തഅമൽ ഇല്ലാ ഇസ്മൻ വഇൻദ അന്ന ശാരിഹ അമലഹു അലാ വഹ്മിൻ അൽ മുസ്തദില്ലീൻ ഫഇന്ന ഇസ്തിദ്ലാലഹും യുശ്ഇർ ബിഅന്നൽ ജിസ്മ വല്ലാ ജിസ്മ വൽ അജ്സം ഇൻദഹും കൽ ആലം അൽ ജിസ്മ വല്ലാ ജിസ്മ ഇൻദഹും കൽ ആലം വല്ലാ ആലം വനുമാ സിഫത്താൻ വലാ ഫർഖ ഇല്ലാ ബിഅന്ന അൽ അജ്സമ യദുല്ലു അലാ സിയാദത്തിൻ. അവിടെ ആ ചർച്ചക്ക് ഫായിദ ഉണ്ടോ ഇല്ലേന്ന് ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്.